താരസംഘടനയായ അമ്മയുടെ ചട്ടപ്രകാരം ഭരണസമിതിയിൽ 4 വനിതകൾ ഉണ്ടായിരിക്കണം. ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഈ ചട്ടം പാലിക്കുന്നതിനു വേണ്ടി രമേഷ് പിഷാരടിയും ഡോക്ടർ റോണിയും മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിരുന്നു. കൂടുതൽ വോട്ട് ലഭിച്ചയാൾ കുറഞ്ഞ വോട്ട് ലഭിച്ചവർക്ക് മാറിക്കൊടുക്കേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും ബൈലോ ഭേദഗതി വേണമെന്നുമായിരുന്നു രമേഷ് പിഷാരടി കഴിഞ്ഞ ദിവസം അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. നമ്മുടെ ടോട്ടൽ കമ്മിറ്റി അംഗങ്ങളിൽ 4 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം 4 സീറ്റാണ് ഉള്ളതെങ്കിൽ 4-ൽ കൂടുതൽ ആളുകൾ വന്നാൽ മാത്രം ഇലക്ഷൻ, അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്ത് അവർ ആ സ്ഥാനത്ത് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ സംവരണം ചെയ്യുക എന്നുള്ളതാണ് ആ കത്തിൽ പ്രധാനമായിട്ട് ഉള്ളടക്കമായിട്ട് ഞാൻ വെച്ചത്. അടുത്ത ജനറൽ ബോഡിയിൽ ബൈലോ ഭേദഗതി ഉണ്ടാകുമെന്ന് അമ്മ അധ്യക്ഷൻ മോഹൻലാലും ജനറൽ സെക്രട്ടറി സിദ്ദിഖും ഉറപ്പ് നൽകിയതായി രമേഷ് പിഷാരടി പറഞ്ഞു. 4 സീറ്റ് വനിതകൾക്ക് വേണ്ടി മാത്രമായി സംവരണം ചെയ്യും. നിലവിലെ ചട്ടങ്ങളിൽ അമ്മ അംഗങ്ങൾക്ക് ഉൾപ്പെടെ ആശയക്കുഴപ്പമുണ്ടെന്നും രമേഷ് പിഷാരടി ചൂണ്ടിക്കാട്ടി. ജനാധിപത്യത്തിന്റെ നിയമവും അമ്മയുടെ ബൈലോയിലുള്ള കാര്യവും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ചെറിയ ഈ പാലും വെള്ളവും പോലെ രണ്ടും നല്ലതാണ്, പക്ഷെ ചേർക്കുമ്പോൾ ആൾക്കാർ മായം ചേർത്തു എന്ന് പറയുന്ന പോലെയുള്ള പ്രശ്നമാണ്. അപ്പം അത് പരിഹരിക്കാൻ അടുത്ത തവണ സാധിക്കുന്നു വിശ്വസിക്കുന്നു. അമ്മ ഒറ്റക്കെട്ടാണ്. താൻ പുറത്തായെന്ന് വാർത്ത വന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അമ്മയിൽ വിമതരില്ല, അതിന്റെ ആവശ്യവുമില്ല. ഇനി തെരഞ്ഞെടുക്കാനുള്ള അംഗത്തെ തർക്കമില്ലാതെ തെരഞ്ഞെടുക്കാനാകുമെന്ന് കരുതുന്നതായും രമേഷ് പിഷാരടി പറഞ്ഞു. അതേസമയം ഒട്ടേറെ സ്വകാര്യ വസ്തുതകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതെന്നും രമേഷ് പിഷാരടി ചൂണ്ടിക്കാട്ടി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.